ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയി മനസ്സിലാകും, നിങ്ങൾ എത്ര ലക്കിയാണെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നോർത്ത് കൊറിയയിൽ ജനിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ആദ്യം തന്നെ ഗവൺമെന്റ് നിങ്ങളോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ കാണണം, ഏത് ക്ലോത്ത്സ് ധരിക്കണം, എങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ വേണം എന്ന് വരെ ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷെ ഫ്രീഡം ഇല്ല. വീട്ടിൽ അവിടുത്തെ ലീഡേഴ്സിന്റെ ഫോട്ടോസ് മാൻഡറ്ററി ആണ്, ഏറ്റവും മുകളിൽ വെക്കണം. ആ ഫോട്ടോയിൽ ഡസ്റ്റ് കണ്ടാൽ പോലും പ്രോബ്ലം. ഒന്ന് ഇമാജിൻ ചെയ്യൂ, വീട്ടിൽ ഫയർ ഉണ്ടായാൽ നിങ്ങൾ ഫാമിലിയെ രക്ഷിച്ചിട്ട് ഫോട്ടോ രക്ഷിക്കാതെ പോയാൽ അതും ക്രൈം. ഒരു ലീഡർ ഡിസംബറിൽ മരിച്ചാൽ ആ മാസം മുഴുവൻ ചിരിക്കാൻ പാടില്ല, ചിരിച്ചാൽ പനിഷ്മെന്റ്. ഇന്റർനെറ്റ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ടി.വി പോലും ഗവൺമെന്റ് കൊടുത്ത 2-3 ചാനൽസ് മാത്രം. വെബ്സൈറ്റ് പോലും ഗവൺമെന്റ് കൺട്രോൾ ചെയ്തതാണ്. ഒരു 17 വയസ്സുള്ള കുട്ടിയെ പാക്കഡ് സ്റ്റേഡിയത്തിന്റെ മുന്നിൽ ഷൂട്ട് ചെയ്ത സംഭവം വരെ ഉണ്ട്, കാരണം അവൻ ഫോറിൻ സോങ് കേട്ടു. അവിടെ ക്രൈം ചെയ്താൽ ശിക്ഷ നിങ്ങൾക്ക് മാത്രമല്ല 3 തലമുറകൾക്കാണ്. ഗ്രാൻഡ് ഫാദർ ക്രൈം ചെയ്താൽ അതിന്റെ പനിഷ്മെന്റ് നിങ്ങൾക്കും. വോട്ട് ചെയ്യാം, പക്ഷെ പാർട്ടി ഒന്ന് മാത്രം. വോട്ട് ചെയ്യാതിരുന്നാൽ പോലും പ്രോബ്ലമാണ്. കൺട്രി വിട്ടു പോകാൻ പാടില്ല, എസ്കേപ്പ് ചെയ്തു പിടിക്കപ്പെട്ടാൽ ഡയറക്റ്റ് പനിഷ്മെന്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ലീഡറിനോ ഗവൺമെന്റിനെതിരെ ഒരു വേർഡ് പോലും പറയാൻ പാടില്ല. ഇത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം ബോറിംഗ് ആയി തോന്നുന്നുണ്ടോ? ഇപ്പോൾ തോന്നില്ല, കാരണം ഫ്രീഡം ഇറ്റ്സെൽഫ് ഒരു പ്രിവിലേജ് ആണ്.